എക്സാമിലേക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ചാൻസിനെ നമുക്ക് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതിൽ ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തത്, എന്ത് മെറ്റീരിയലാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും എന്താണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത്. എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു യൂഷ്വൽ ട്രെൻഡിൽ അല്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ടെസ്റ്റ് സീരീസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എല്ലാവർക്കും നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ഒരു കഥയായി പറഞ്ഞുതരാം. ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ, അതായത് ഇപ്പോൾ 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, സോ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ടെക്നിക്ക്. ഇപ്പോൾ ഡേ ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടിരുന്നും അല്ലാതെയും സ്വയം നമ്മളന്ന് പഠിക്കേണ്ട സിലബസിലെ പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് ഡേ ടൈമിൽ. എന്നാൽ നൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ആ പഠിച്ച സെക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അന്നത്തെ ടൈമിൽ ഈ രീതിയിൽ ഒരു ടെസ്റ്റ് സീരീസുകളൊന്നും അധികം ഫേമസ് അല്ല, അധികം ടെസ്റ്റ് സീരീസുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പല സ്റ്റോർ കടകളിൽ നിന്നൊക്കെ പുസ്തകങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തന്നെ പഠിച്ച ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങളിൽ നമുക്കറിയാം ചില പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ പെടില്ല. ചില ഫാക്റ്റുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അത് എങ്ങനെ വരാം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, ചില പോർഷൻ നമുക്ക് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും, പക്ഷേ അത് എക്സാമിലേക്ക് വരുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഒപ്പം തന്നെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സുകൾ അതിൽ നിന്ന് ചോദിക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രാക്ടീസ് നമ്മൾ നടത്തണം. ഇപ്പോൾ എക്സാം പാറ്റേൺ റീസെൻ്റ്ലി PSC ഒരുപാട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ എക്സാം കഴിയുന്നതോറും PSC ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് പഠിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളുടെയും ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ എക്സാം, അതായത് സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാമുകൾക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് ബെനിഫിറ്റ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും കമൻസ് ഒക്കെ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും അറിയില്ല ടെസ്റ്റ് സീരീസ് എന്താണെന്ന്. അതിന് കാരണം പലരും ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തത്, എന്ത് മെറ്റീരിയലാണ് കൊടുത്തത്, എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ പോലും ടെസ്റ്റ് സീരീസ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. സോ അവർക്കൊന്ന് ഇതിനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ വരുന്ന എക്സാമുകൾക്ക് ഇത് കൃത്യമായി ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിലേക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ചാൻസിനെ നമുക്ക് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ട SCRT തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റും കൂടിയാണ്. ഇത് പറയുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതായത് ഈ എക്സാം സീരീസ് അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസുകൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ബിക്കോസ് വെറുതെ ഒരു വേഗമായിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് എക്സാം സീരീസ് അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ കൊടുത്ത് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു യൂഷ്വൽ ട്രെൻഡിൽ അല്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ടെസ്റ്റ് സീരീസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എന്താണോ പഠിക്കേണ്ടത്, എന്ത് പഠിച്ചാലാണോ നമുക്ക് മാർക്ക് കിട്ടുന്നത്, എന്താണ് PSC ചോദിക്കാൻ സാധ്യത കൂടുതൽ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ ഒരു ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഇതും വെറുതെ ഇങ്ങനെ വരാനൊരു സാധ്യത ഉണ്ടെന്നൊരു പ്രോബിലിറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുകയാണ്, കൃത്യമായി റീസെൻറ്റ് എക്സാമുകൾ അനാലിസിസ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് വേണ്ട ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് എടുക്കേണ്ട ഒരു അപ്രോച്ചിനെ കുറിച്ച് ഞങ്ങൾ ഡെഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LDC സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത SCRT ചാപ്റ്റർ വൈസ് എക്സാംസ്. അത് LDC എന്നല്ല, മോസ്റ്റ് പ്രോബബ്ലി എല്ലാ 10th ലെവൽ എക്സാംസിനും ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എടുത്തു കഴിഞ്ഞാലും SCRT ചാപ്റ്റർ വൈസ് എക്സാംസുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. എന്നാൽ LDC സമയത്ത് കൊടുത്ത SCRT ചാപ്റ്റർ വൈസ് എക്സാംസ് കൊടുത്താൽ പോരാ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ബിക്കോസ് SCRT തന്നെ പരിഷ്കരിച്ചു. SCRTയിലെ 5, 7, 9 ടെസ്റ്റുകൾ പൂർണ്ണമായി മാറി. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചാപ്റ്റർ വൈസ് എക്സാംസുകൾ നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് SCRT പുതിയ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകൾ ഇനി 6, 8, 10 ചാപ്റ്റേഴ്സിലെ പാർട്ട് 1 മാത്രം റീസെൻ്റ് ആയിട്ട് മാറി. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാൽ കൂടി അത് ഒഴിവാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ടോപ്പിക് വൈസ് എക്സാംസിൽ അതിലെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാധാന്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസുകൾ തിരിച്ചറിഞ്ഞ് ഉള്ള എക്സാംസുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ about the important sections of the syllabus. സിലബസിനെ കുറിച്ചും റീസെൻ്റ് ട്രെൻഡിനെ കുറിച്ചുമുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണെന്ത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക തന്നെ വേണം. അതിനുവേണ്ടി റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാംസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളെ കുറിച്ചും അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും പരിഷ്കരിച്ചാണ് ഇതിൽ നിന്ന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി അതായത് SCRTയിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, SCRT എക്സാംസുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ടോപ്പിക് വൈസ് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടോപ്പിക് വൈസ് എക്സാംസിലെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചോദിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല, കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് സോഴ്സ് ഓഫ് ആയി. എന്നാൽ അതുമായി റിലേറ്റ് ചെയ്ത് ഇൻ കണക്ഷൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, റാങ്ക് ഫയലിലെ ചോദ്യങ്ങൾ ചോദിക്കും. ഒപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തും കേട്ടോ, കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉൾപ്പെടുത്തുന്നത്. പിന്നെ മിസ്ലേനിയസ് ഫാക്ട്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, കറൻലി അപ്ഡേറ്റിംഗ് ഫാക്ട്സുകൾ, വെബ്സൈറ്റുകൾ, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക്, UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഈ ടെസ്റ്റുകളെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇനിയുള്ള നമ്മുടെ ഒരു ടെസ്റ്റുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത്തരത്തിൽ ബെനിഫിഷ്യൽ ആവണം ഉദ്യോഗാർത്ഥികൾക്ക് എന്നുള്ളതാണ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. ഈ ടെസ്റ്റുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും എന്താണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം
നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനൊക്കെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളുടെ സിലബസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് SCRT ചാപ്റ്റർ വൈസ് എക്സാം. SCRT ചാപ്റ്റർ വൈസ് എക്സാം ഏകദേശം 75 ചാപ്റ്റർ വൈസ് എക്സാംസുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് SCRTയിൽ നിന്ന്. ഓക്കെ, ഇനി ഇതിൽ തന്നെ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ന്യൂ ആൻഡ് ഓൾഡ് SCRT ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 75 സെറ്റ് ഓഫ് എക്സാം, ചിലത് സിംഗിൾ ടെസ്റ്റും ചിലത് കമ്പൈൻ ടെസ്റ്റ്, അങ്ങനെയാണ്. ദെൻ അടുത്തത് 22 ടോപ്പിക് വൈസ് എക്സാം. ഞാൻ പറഞ്ഞു ഈ SCRTയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സിലബസ്, സോ ടോപ്പിക് വൈസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ കറണ്ട് അവേഴ്സ് ടെസ്റ്റ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ടെസ്റ്റ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സിലബസിനെ തിരിച്ചുകൊണ്ടുള്ള ടെസ്റ്റുകൾ. ഓക്കെ, ദെൻ അതിനുശേഷം ഫുൾ ടെസ്റ്റുകളുടെ പ്രാധാന്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. അതായത് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ മനസ്സിലാക്കുമ്പോൾ ചില മേഖലകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കും. റീസെൻ്റ് എക്സാംസുകൾ നോക്കുമ്പോൾ അതിനനുസരിച്ച് 5 മോഡൽ എക്സാംസുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യും ആഫ്റ്റർ ഫിനിഷിംഗ് ദീസ് SCRT ആൻഡ് ടോപ്പിക് വൈസ് എക്സാം. SCRTയും ഫിനിഷ് ചെയ്തു, ടോപ്പിക് വൈസ് എക്സാംസും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, മോഡൽ എക്സാംസ്. അതായത് എൻ്റയർ സിലബസിനെ SCRTയിലൂടെയും അല്ലാതെയും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഇത് മോഡൽ എക്സാംസിലേക്ക് കടക്കുന്നത്. ഈ രീതിയിലായിരിക്കും പോവുക. ഇനി ഈ 30 ദിവസത്തിൽ നമ്മളിത് എങ്ങനെ ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ബാച്ച് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ 1 ക്ലിക്ക് വണ്ടർ ബാച്ച് എന്നുള്ളതാണ്. അതായത് ഈ 75 സെറ്റ് ഓഫ് SCRT ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിനനുസരിച്ച് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് SCRT കംപ്ലീറ്റ്ലി കവർ ചെയ്യാം. ഇനി പലരും ചോദിക്കുന്ന കാര്യം, ഈ ടെസ്റ്റുകൾ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളുടെ എല്ലാം PDFകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി ടോപ്പിക് വൈസ് എക്സാംസ് ഡേ ബൈ ഡേ നമുക്ക് ടോപ്പിക് വൈസ് എക്സാംസുകൾ ആസ് പെർ ടൈം ടേബിൾ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് നേരത്തെ കൂട്ടിയത് പഠിച്ച് പിറ്റേ ദിവസം എക്സാം എഴുതുക, പഠിക്കുക, എക്സാം എഴുതുക. അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യാം, എൻ്റയർ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യാം. അതായത് SCRTയിലൂടെയും അല്ലാതെ എൻ്റയർ സിലബസിനെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം അവസാന എക്സാമിനോട് എടുക്കുമ്പോൾ മോഡൽ എക്സാംസ്. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല മാർക്കും വളരെ മികച്ച റാങ്കും ഒപ്പം തന്നെ സർക്കാർ ജോലി നേടിക്കൊടുത്ത ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സമയത്ത് സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ടോപ്പിക് വളരെ ആ ടൈമിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് യൂസ്ഫുൾ ആയി, ഒരുപാട് പേര് നല്ല മികച്ച റാങ്ക് നേടി, ഒരുപാട് പേര് മികച്ച സർക്കാർ ജോലിയിലെത്തി. സോ അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഈ റീസെൻ്റ് ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻസിന് ഓറിയൻറ്റഡ് ആയിട്ട് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷൻസ് ഒരുപാട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയിക്കുന്നതാണ് നിങ്ങളെ. ഇനി LDCയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തവരെല്ലാം എന്ത് ചെയ്യുക, ഞങ്ങളെ അവരുടെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ഇനി അറിയിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ടെലഗ്രാം അഡ്മിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സന്തോഷം അറിയിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യൂട്യൂബിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് എല്ലാ കമൻസിനും എന്ത് ചെയ്യും, ഞങ്ങൾ റിപ്ലൈ തരും. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിനെ കുറിച്ചാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാനാണ് വേണ്ടതെങ്കിൽ ടെലഗ്രാം അഡ്മിനെ കോൺടാക്ട് ചെയ്യുക. ടെലഗ്രാമിൽ കോൺടാക്ട് അസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ടെലഗ്രാമിൽ കോൺടാക്ട് അസ് എന്നൊരു നീല കളറിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യുക. ഇനി അല്ലാതെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വിളിക്കാം. പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഈ ഒരു നമ്പറിലാണ്. പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം അഡ്മിന് സ്ക്രീൻഷോട്ട് ആക്കി ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ. ഓക്കെ, വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, അതിനേക്കാൾ മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഓൾ.